ഹലോ എവ്രി വൺ. ഇന്നിപ്പോൾ എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ് ഉള്ളത്. ഇതാണ് ഞങ്ങളുടെ ഡെപ്പോ. ഇത് ഇൻസൈഡ് മാത്രമാണ്, പുറത്തും ഇതുപോലെ തന്നെ അത്യാവശ്യം സ്പേസും വണ്ടികളും കിടക്കുന്നുണ്ട്. അതുപോലെ ഇതാണ് ഞങ്ങളുടെ ഫെറി വെഹിക്കിൾ. ഇതാണ് നമ്മളുടെ പുറത്തുനിന്നുള്ള വ്യൂസ്. പുറത്തും അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് നൈറ്റ് ആയതുകൊണ്ടാണ് അധികം ക്ലാരിറ്റി കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി കാർഡ് എല്ലാം എടുത്ത് നമുക്ക് വണ്ടിയുടെ കീയും കിട്ടി. ഫെറി വെഹിക്കിളാണ് നമ്മൾ എടുത്ത് പോകുന്നത്. ഇന്ന് നമുക്ക് ഉള്ളത് ഷണ്ടാണ്. അപ്പോൾ ഈ ഫെറി വെഹിക്കിൾ എന്നത് ഉദ്ദേശിക്കുന്നത് നമുക്ക് കണക്ട് ചെയ്യുന്ന ഒരു വെഹിക്കിൾ എന്ന രീതിയിലാണ്. ഇപ്പോൾ എനിക്ക് ഈ വണ്ടി എടുത്തതിന് ശേഷം ഞാൻ അടുത്ത കോച്ച് എവിടെയാണ് വരുന്നത് അവിടേക്ക് ഈ വണ്ടിയായിട്ട് ഞാൻ പോകും. എന്നിട്ട് ആ കോച്ചിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യും. അതുപോലെ ഡ്രൈവർ ഈ ഫെറി വെഹിക്കിളായിട്ട് തിരിച്ച് ഡെപ്പോയിലോട്ട് വരും. അതാണ് ആ ഫെറി വെഹിക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത്, ഒരു ഇൻ്റർ കണക്ഷൻ എന്ന രീതിയിൽ. അപ്പോൾ ഇന്നുള്ള എനിക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷണ്ടാണ്. ഷണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സർവീസിൻ്റെ പകുതി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊരു സർവീസിൻ്റെ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പകുതിക്ക് വെച്ച് വേറൊരു ഡ്രൈവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്ന സർവീസ് സ്റ്റേഷനിലേക്കാണ്, വാറ്റ്ഫോർഡ് എന്ന് പറഞ്ഞ സർവീസ് സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ അവിടുത്തെ സൗത്ത് ബോണ്ടിക്ക് പോയിട്ട് നമ്മൾ ആ സർവീസ് സ്റ്റേഷൻ്റെ അകത്ത് കൂടെ തന്നെ നമുക്ക് നോർത്ത് ബോണ്ടിക്ക് വരാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ മേലെ സേവ് ചെയ്യാൻ പറ്റും ടൈം. അതല്ലെങ്കിൽ നമ്മൾ അടുത്ത ജംഗ്ഷനിൽ പോയിട്ട് അവിടുന്ന് യു ടേൺ എടുത്ത് വരണം. അപ്പോൾ അത് സേവ് ചെയ്യാനായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ സർവീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് സൗത്ത് ബോണ്ടിലാണ്. ഇനി നമുക്ക് നോർത്ത് ബോണ്ടിക്ക് കിടക്കണം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള സർവീസ് സ്റ്റേഷൻ്റെ അകത്ത് കൂടെ കിടക്കുന്ന ഒരു വഴിയാണത്. ഇവിടെ ബാരിക്കേഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ കോഡ് അടിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് കിടക്കാമെന്നുള്ളത്. ഓൾറെഡി ഒരു വണ്ടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്തായാലും കോഡ് അടിച്ച് നമുക്കും കിടക്കാവുന്നതാണ്. അങ്ങനെ നമ്മളിപ്പോൾ നോർത്ത് ബൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു അരമണിക്കൂർ മേലെയാണ് സേവ് ചെയ്യാൻ പറ്റിയത്. കാരണം നമ്മൾ നേരെ പോവുകയാണെങ്കിൽ അടുത്ത ജംഗ്ഷനിക്ക് 15 മിനിറ്റ് തന്നെ ഉണ്ട് വൺ സൈഡ്. പിന്നെ തിരിച്ചു വരുമ്പോൾ തന്നെ അരമണിക്കൂർ മേലെ എടുക്കേണ്ടതാണ്. നമ്മളിപ്പോൾ 5 മിനിറ്റ് താഴെ സർവീസ് സ്റ്റേഷൻ്റെ അകത്ത് കൂടെ കോഡ് വെച്ചിട്ട് നമ്മൾ കയറുന്നത്. നൈറ്റ് ആയതുകൊണ്ട് ഒരുപാട് ട്രക്കുകൾ ഇവിടെ ഉണ്ടായിരിക്കും. കാരണം അവരുടെ ഡെയിലി റെസ്റ്റ് പീരീഡ് എല്ലാം കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇങ്ങനെയുള്ള സർവീസ് സ്റ്റേഷനുകൾ. ഇപ്പോൾ മാക്സിമം അവർ എല്ലാ സർവീസ് സ്റ്റേഷനുകളിലും രാത്രിയാകുമ്പോഴേക്കും ഫില്ലാക്കാൻ നോക്കും. അതിപ്പോൾ കാർ പാർക്കിംഗ് ആണെങ്കിൽ പോലും അവരത് യൂട്ടിലൈസ് ചെയ്യും. കാരണം അത് അവരുടെയും ഒരു ലീഗൽ റിക്വയർമെൻ്റ് ആണ്, റെസ്റ്റ് പീരീഡ് എന്തായാലും എടുക്കണം എന്നുള്ളത്. ഇതാണ് നോർത്ത് ബൗണ്ടിലുള്ള സർവീസ് സ്റ്റേഷൻ. അപ്പോൾ അത്യാവശ്യം റെസ്റ്റോറൻറ്റ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. പക്ഷേ നൈറ്റ് ആക്ടിവേറ്റ് ആയിട്ടുള്ളത് മാക്ഡിയും പിന്നെ അതുപോലെ ഓഫ് ലൈസൻസ് പോലെയുള്ള 1-2 മാത്രം നൈറ്റ് ആക്റ്റീവുള്ള. പിന്നെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ എപ്പോഴും അവൈലബിൾ തന്നെയാണ്. അതുപോലെ നമുക്ക് ചാർജിങ് സ്പോട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ബാത്റൂം കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെയാണ് എല്ലാം കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും ഡ്രൈവേഴ്സും ഇത്രയും പാസഞ്ചേഴ്സും അതുപോലെ തന്നെ ഇപ്പം നോർമൽ കാർസ് ആണെങ്കിലും വന്നു പോകുന്ന സ്ഥലമാണെങ്കിലും പോലും അത്യാവശ്യത്തിലേറെ നല്ല നീറ്റാണ്. അതുപോലെ ഇപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളാണെങ്കിൽ ഇപ്പോൾ ഡ്രൈവർമാർക്ക് മെഡിക്കൽ ഷോപ്പിൽ പോകാനോ മെഡിസിൻ മേടിക്കാനോ ഉള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ വാഷ്റൂമിൻ്റെ അകത്താണെങ്കിൽ പോലും ഇത്രയും നീറ്റും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള മരുന്ന് കാര്യങ്ങളെല്ലാം കോയിൻ ഇട്ടിട്ടോ അതല്ലെങ്കിൽ കാർഡ് പേയ്മെൻറ്റിൽ സുഖമായിട്ട് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്കത് എടുക്കാവുന്നതാണ്.
അതുപോലെ ഒത്തിരി ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഇപ്പോൾ റിലാക്സിങ്ങിനായിട്ടുള്ള നമ്മുടെ ഈ ചെയറിനൊക്കെ ഒരു പൗണ്ട് കാര്യങ്ങളോ അല്ല. അത് എനിക്ക് തോന്നുന്നു 3 മിനിറ്റിനോ 5 മിനിറ്റിനാണ്ടാണ് ഒരു പൗണ്ട് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ കുറേ വെൻഡിങ് മെഷീനുകളും പിന്നെ അതുപോലെ തന്നെ ഗാംബ്ലിങ്ങും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. അവർക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ നോർമലി ഒരു ഡ്രൈവേഴ്സിന് ചിലപ്പോൾ ഒരു 9 അല്ലെങ്കിൽ 11 മണിക്കൂറൊക്കെ അവർ റെസ്റ്റ് എടുക്കുക. അതല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു 45 മിനിറ്റിൻ്റെ ബ്രേക്ക് ആണെങ്കിൽ പോലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ പാർക്കിംഗ് ഫീ കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 2 മണിക്കൂർ ഫ്രീ ആണ് ഏത് വണ്ടിക്കും. പിന്നീട് ഉള്ള ചാർജസ് കാര്യങ്ങളെല്ലാം ഡിഫറെൻ്റ് ആണ്. അത് ഇപ്പോൾ ട്രെയിലർ, ട്രക്കിനാണെങ്കിലും അതുപോലെ തന്നെ നോർമൽ കാർസിനാണെങ്കിലും ഡിഫറെൻ്റ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഈ പേയ്മെൻ്റ് എല്ലാം നമുക്ക് കടയിലോ അതല്ലെങ്കിൽ ഓൺലൈനിലോ പേ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം കുറേ ട്രക്കുകളെല്ലാം അവർ റെസ്റ്റ് പീരീഡ് ആണ്. അതിൽ ചില വണ്ടികളെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട് മറ്റേ ട്രെയിലർ. മോസ്റ്റ്ലി അത് തെഫ്റ്റ് നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തെഫ്റ്റിൻ്റെ അറ്റംപ്റ്റ് പോലും ചിലപ്പോൾ ചെയ്യുമ്പോൾ അവർ ഈ ബാക്ക് ഗിയറോ അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യാനുള്ള ശ്രമിക്കുമ്പോഴൊക്കെ അത്യാവശ്യം ഡാമേജ് കാര്യങ്ങളെല്ലാം വരാറ്. അപ്പോൾ അതൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില ട്രക്ക് ഡ്രൈവേഴ്സ് അത് ഓപ്പൺ ചെയ്തിടും. അത്ര വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളില്ല അല്ലെങ്കിൽ കാലിയാന്നുള്ളത് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിലാണ് നമ്മൾ കോച്ച് എടുത്ത് വരുന്നത്. അപ്പോൾ ഞാനൊന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഈ ഭാഗത്ത് വണ്ടികളെല്ലാം ഇട്ട് ബ്ലോക്ക് അല്ല എന്നുള്ളത്. അങ്ങനെ നമ്മുടെ കോച്ച് എത്തിയിട്ടുണ്ട്. ഇന്ന് അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. അതാണ് നമുക്ക് ഇത്രയും വീഡിയോസും കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റിയത്. എന്തായാലും കോച്ച് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്ത് വണ്ടിയുടെ അടുത്തേക്ക് പോകാം. അപ്പോഴേക്കും ആ ഡ്രൈവർ അവരുടെ കാർഡ് കാര്യങ്ങളെല്ലാം എടുത്ത് സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് വണ്ടിയുടെ അടുത്ത് പോകാം. അങ്ങനെ നമ്മുടെ പകുതി ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അധികം വീഡിയോസ് കാര്യങ്ങളെല്ലാം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ലെസ്റ്റർ, അത് കഴിഞ്ഞിട്ട് നോട്ടിങ്ങം, ഡാബി, പിന്നെ തിരിച്ച് ഡെപ്പോയിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ബ്രേക്ക് ടൈമാണ്. ഇപ്പോൾ ബ്രേക്ക് ആകുമ്പോൾ ഞാൻ നോർമലി ഇപ്പോൾ നൈറ്റ് ആണെങ്കിൽ കോഫി ഇവിടെ നിന്ന് തന്നെ എടുക്കാറുണ്ട്. കോഫിയും കാര്യങ്ങളെല്ലാം നമുക്ക് ഫ്രീ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം കോഫി നല്ലൊരു കടുപ്പത്തിൽ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഒന്ന് വേക്കപ്പ് ആയിട്ട് തന്നെ ഇരിക്കും രാത്രി മൊത്തം. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഡ്രൈവേഴ്സ് റൂം. ഇപ്പം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള റൂമാണ്. കിച്ചൺ ആയിട്ടുള്ളത് വേറെ ഉണ്ട്. അതുപോലെ തന്നെ ഡ്രൈവേഴ്സ് റൂം. അത് കമ്പനിയുടെ നോട്ടീസ് കാര്യങ്ങളെല്ലാം പോളിസി, പിന്നെ നമുക്ക് അത്യാവശ്യം ഇൻഫർമേഷൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു പൂൾ ലൈറ്റും ഉണ്ട്. ഇപ്പം നൈറ്റ് ആയതുകൊണ്ട് പിന്നെ വേറെ ആരും ഉണ്ടാവില്ല ഇതൊക്കെ കളിക്കാനായിട്ട്. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അവരുടെ കൂടെ ഒന്ന് ഇതൊക്കെ കളിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ഡ്യൂട്ടിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി കാര്യങ്ങളെല്ലാം ഇൻസ്പെക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഡാബിലോട്ട് പോകും. ഡാബിയിൽ നിന്ന് പിന്നെ നേരെ നോട്ടിങ്ങം, ലെസ്റ്റർ, മിൽട്ടൺ, ലൂട്ടൺ, ഹീത്രോ ആൻഡ് ഗാറ്റ്വിക്ക്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ബോഡി മൊത്തം ഇൻസ്പെക്ട് ചെയ്യും. അതുപോലെ തന്നെ എൻജിനും കാര്യങ്ങളെല്ലാം വർക്ക് അറൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ കോച്ചുമായിട്ട് ഇപ്പോൾ ഡാബിയിൽ എത്തിയിട്ടുണ്ട്. ഡാബി ബസ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് അധികം തിരക്ക് കാര്യങ്ങളെല്ലാം ഇല്ലാത്തത്. രാവിലെ ആണെങ്കിൽ അത്യാവശ്യത്തിലേറെ ഇവിടെ ബസ്സുകൾ എല്ലാ ബേയിലും നമുക്ക് ബസ്സുകൾ കാണാം. അതുപോലെ തന്നെ നാഷണൽ എക്സ്പ്രസിൻ്റെയും മെഗാ ബസ്സിൻ്റെയും പിന്നെ അതുപോലെ തന്നെ റെഡ് ആരോൻ്റെയും ഒക്കെ ബസ്സുകളും കോച്ചുകളൊക്കെ ഇവിടെ തന്നെ നമുക്ക് കാണാവുന്നതാണ്.
അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ബേയിലിടുന്നതിനേക്കാളും മുമ്പ് നമുക്ക് ഇനി സീറ്റ് ആരെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടോ കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് സീറ്റ് കാര്യങ്ങളെല്ലാം റിസർവ് ചെയ്തിട്ട് നമുക്ക് ബേയിലോട്ടിടാം. അങ്ങനെ നമ്മുടെ അവസാനത്തെ ഡ്യൂട്ടിയും കഴിഞ്ഞ് നമ്മൾ കോച്ചായിട്ട് ഇവിടുത്തെ സർവീസ് സ്റ്റേഷനിൽ വന്നു. ഓൾറെഡി ഇവിടെ നമ്മുടെ കാത്ത് ഡ്രൈവർ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡ്രൈവർക്ക് ഹാൻഡ് ഓവറും ചെയ്ത് ഡ്രൈവറുടെ കയ്യിലുള്ള ഫെറിയും എടുത്ത് നമ്മൾ തിരിച്ച് ഡെപ്പോയിലോട്ട് പോവുകയാണ്. അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് നിങ്ങൾക്ക് വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം കാണാം.